സ്ഥിരതാമസമാക്കിയ കോട്ടയം സ്വദേശി തോമസ് വിജയൻ കാടുകളെ പ്രണയിക്കുന്ന ഫോട്ടോഗ്രാഫറാണ്. കടുവകളാണ് ഈ ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഡലുകൾ. തോമസ് വിജയന്റെ ക്യാമറ നിരവധി കടുവകളെ പകർത്തിയിട്ടുണ്ടെങ്കിലും ഈ അടുത്ത് രാജസ്ഥാനിലെ രൺഥംബോർ നാഷണൽ പാർക്കിൽ നിന്നും ക്യാമറയിൽ പതിഞ്ഞ അപൂർവ നിമിഷത്തിന്റെ കൗതുകം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഇരകളായ മൃഗങ്ങളെ കൂർത്ത നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ഭീമാകാരനായ കടുവ ഒരു തൂവൽ സ്പർശം പോലെ മൃദുലമായി ഒരു നീലക്കാളയുടെ കുഞ്ഞിനെ സ്പർശിച്ച അത്യപൂർവമായ കാഴ്ചാനുഭവമാണ് അത്. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോഴാണ് അസ്വസ്ഥനായ ഒരു കടുവ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിഭ്രാന്തിയോ പശ്ചാത്താപമോ നിറഞ്ഞ ചലനങ്ങളെ പിന്തുടർന്നപ്പോൾ കടുവ അല്പം മുൻപ് മാത്രം കൊന്ന ഒരു നീലക്കാള ശ്രദ്ധയിൽപ്പെട്ടു. I could feel there is something, like strange. And moreover, വയറിൻ്റെ അവിടെ സ്കിൻ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്നെടുക്കുന്നു. സോ ഐ എം ബ്രദർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ്, വാട്ട് ഇസ് ഇറ്റ് ഡൂയിങ്. ഒരു ഓൾമോസ്റ്റ് 25 to 30 minutes it was just doing this, removing the skin layer by layer. അല്പസമയത്തിനു ശേഷം ആ നീലക്കാളയെ വലിച്ചു നീക്കി ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനെ പോലെ കടുവ അതിന്റെ വയർ കീറാൻ തുടങ്ങി. വയറ്റിൽ നിന്ന് ഒരു ചോരക്കുഞ്ഞിനെ പുറത്തെടുത്തു. തൊട്ടുമുൻപ് പറിച്ചെടുത്ത പച്ചില പല്ലുകൾക്കിടയിൽ വെച്ച് ചത്തുകഴിഞ്ഞ കുഞ്ഞിനെ കടിച്ചെടുത്തു. പിറ്റേന്ന് പാറക്കൂട്ടങ്ങൾക്കിടയിൽ നടത്തിയ തിരച്ചിലിൽ നീലക്കാളയുടെ അസ്ഥികൂടം കിട്ടിയെങ്കിലും കുഞ്ഞിന്റെ യാതൊരു അവശിഷ്ടവും കിട്ടിയില്ല. നമ്മൾ മനുഷ്യർക്കില്ലാത്ത ഓരോ കെയറും ഇതൊക്കെ we find in these big cats, like they are just doing this for their daily food. വിശപ്പിനപ്പുറമുള്ള വികാരങ്ങൾ മനുഷ്യന് മാത്രമല്ല കാട്ടിലെ ഏറ്റവും ശക്തരായ മൃഗങ്ങളിലൊന്നായ കടുവയ്ക്കുമുണ്ടെന്ന് പറയുകയാണ് തോമസ് സ്വന്തം കാഴ്ചയുടെ അനുഭവത്തിൽ നിന്ന്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.